ഷർട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ആ പിന്നെ ആ ബെൽറ്റും കൂടെ എടുത്തു കേട്ടോ, ഇനി പോവാൻ നേരത്തെ എനിക്ക് തരാനാവില്ല. ആ ബെൽറ്റ് ബെൽറ്റ് ടേബിളിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ആ ടി വി അങ്ങോട്ട് ഓഫ് ആക്കുക. കുറെ നേരമായില്ലേ ടി വി കണ്ടോണ്ടിരിക്കുന്നത്. ഈ കുട്ടി എന്താ ചെയ്യണേ? ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ല? നിങ്ങൾക്ക് ഒന്ന് കഴിപ്പിച്ചുകൂടായിരുന്നു അങ്ങനെ ടി വിയും കണ്ടിരിക്കുന്ന സമയത്ത്? അരമണിക്കൂറായില്ല ആ കുട്ടി അവിടെ ഭക്ഷണം കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കൊടുത്താലും നാം കഴിക്കില്ല. അല്ലാണ്ട് കുട്ടീനെ ഭക്ഷണം കഴിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ബാക്കിയുള്ളവര് എല്ലാ സ്ഥലത്തും എത്തണം. അല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. കാണിക്കേ ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിൽ പോകേണ്ടതല്ലേ? നേർന്നിരിക്കേ കഴിച്ചോ. ഒന്നി ഒറ്റയ്ക്ക് കഴിക്കുവോ? ഞാൻ പോയിട്ട് യൂണിഫോം അയൺ ചെയ്യട്ടെ? കഴിക്കട്ടോ. ആ ടി വി ഇനി ഓഫ് ആക്കാനായില്ല. എത്ര നേരം അതിന് മുമ്പിലിരിക്കുന്നത്? സമയം 8 മണി കഴിഞ്ഞ് ഓഫീസ് പോണ്ട? 8 മണി കഴിഞ്ഞോ? സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങൾ അറിയില്ല. ഇതന്നെയല്ലേ എന്നത്തെ പരിപാടി. കുളിക്കാൻ നോക്ക്. കുളിക്കാ. നീ ടവൽ എടുത്ത് വെക്ക്. ടവലൊക്കെ ഞാൻ എടുത്തേക്കാം. ഏട്ടാ ആ ലഞ്ച് ബോക്സ് ഒന്ന് ബാഗിൽ എടുത്ത് വെക്കണേ. ഞാനോ? അങ്ങോട്ടേക്കോ? ഞാനാണോ ലഞ്ച് ബോക്സ് ഒക്കെ ബാഗിൽ എടുത്ത് കണ്ടത്? അപ്പൊ നിനക്കെന്താ പണി? രാവിലെ എഴുന്നേറ്റ് കാണാലോ ഒരു പണിയില്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുന്നത്. എന്നിട്ട് നീ ഇതൊന്നും ചെയ്തില്ല. ഞാൻ നിങ്ങളോട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ടാക്കി വെച്ചാ ബോക്സിലാക്കി ഇത് ബാഗിലെടുത്ത് വെക്കാനല്ലേ പറഞ്ഞുള്ളൂ. എടി നിന്റെ മടിയൊന്നും മാറ്റിട്ടെ എല്ലാം വേണമെന്ന് വെച്ച് ചെയ്യാൻ നോക്ക്. അപ്പൊ തന്നെ ശരിയാവും. ഇത് മോന്റെതാണല്ലോ. മോന്റെ തന്നെ. അത് എടുത്ത് വെക്കേ. ഓ എന്റെ ബാഗ് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ? നിങ്ങളുടെ ബാഗ് ഇതാ ടേബിളിലുണ്ട്. ഒരു ഷൂസ് ഇട. ഇതിലെല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെന്തെങ്കിലും മറന്നുണ്ടോ? എല്ലാം വെച്ചിട്ട് ഒന്നും മറന്നിട്ടൊന്നുമില്ല. ഇതാ വേഗം പോട്ടോ, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് പോവേ. അതാ വന്നു. ഇന്നും കൂടെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകും. നാളെ തൊട്ട് നീ കൊണ്ടുവിട്ടോളണം കേട്ടോ. നിങ്ങൾ ഓഫീസിൽ പോകുന്ന കുഞ്ഞിന്റെ സ്കൂളിന്റെ മുമ്പ് കൂടി തന്നെയല്ലേ? പിന്നെന്താ എത്ര ബുദ്ധിമുട്ട്? എനിക്ക് 3 കിലോമീറ്റർ പിന്നെയും തിരിച്ചു പോകണം കുട്ടിന്റെ സ്കൂളിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ. നീ തൽക്കാലം പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. നടക്കൂലെന്ന് പറഞ്ഞ് നടക്കൂല. എടി ഞാനേ ജോലിക്ക് പോകുന്നതാണ്, അല്ലാണ്ട് കളിക്കാൻ പോകുന്നല്ല. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓഫീസിൽ പോകാൻ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് 100 ടെൻഷൻ കൊണ്ടാ പോകുന്നത്. ബൈട്ടോ, നാളെ മുതൽ അമ്മ കൊണ്ടുവിടാം. ബൈ. നോക്കിയാണ്ട് പോയി ഗേറ്റ് തുറക്ക്. നല്ല ആൾക്കാരാ. നിങ്ങൾക്ക് ഇത്ര നേരം ഡ്രസ്സ് പോലും മാറ്റി വെക്കാനായില്ല. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്താ വൈകിയത്? ഇവിടെ മനുഷ്യന് വിശന്നിട്ട് വയ്യ. നീ ഒന്ന് വല്ലതും ഉണ്ടാക്കിത്താ. ഉണ്ടാക്കാം. അല്ല കുട്ടിക്ക് നിങ്ങൾ വേറെ ഒന്നും ആക്കി കൊടുത്തില്ലേ? ബിസ്ക്കറ്റ് ആണോ കഴിച്ചോണ്ടിരിക്കണേ? അതല്ല ഞാൻ നിന്നോട് പറഞ്ഞേ എന്തേലും പെട്ടെന്ന് ഉണ്ടാക്കാൻ. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കണം, എന്നിട്ട് ഉണ്ടാക്കി തരാം. എനിക്ക് നന്നായി ഇഷ്ടമുണ്ട്. എനിക്ക് ഭക്ഷണം വേണം. മോൻ ഡ്രസ്സ് മാറ്റിട്ട് വാ, വേഗം ഉണ്ടാക്കി തരാം.
ഇതാവേ കഴിക്ക്. ആ റെഡിയായോ? ആ റെഡിയായി. ഇതാ ഇവിടെ വെക്കേ. എന്തുണ്ടാക്കിയത്? ഓട്സ് ഉണ്ടാക്കി. ഓട്സോ? ഇതെങ്ങനെ കഴിക്കുക? നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിക്കൂടായിരുന്നോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണം ഇതല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത് കഴിക്കും, പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ആക്കി തരാം. ഇനി എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാം ഇവിടെ. അയ്യോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ഡ്രസ്സ് ഒന്ന് മാറ്റാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ അലങ്കോലം ആക്കി ഇടും. ഞാൻ മടക്കി വെച്ച ഡ്രസ്സ് പോലെ ഇങ്ങനെ വലിച്ചിടുന്ന കാര്യം എന്താ? അച്ഛന് കൊടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ഓഫീസിൽ വന്ന് അപ്പ തുടങ്ങിയത് ഓരോരോ പണികള്. എപ്പോഴാണോ ഒന്ന് തീരുക? എന്തൊരു കഷ്ടമാണ് നോക്കണേ. ആ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഫ്രീ ആണെങ്കിലേ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഓഫീസിൽ വന്ന് അപ്പ തുടങ്ങിയതാ നിക്കാണ്ട് ഓരോരോ പണിയെടുക്കാൻ. ഇനി കൊറേ പണിയുണ്ട് അവിടെ. ഞാൻ ഫ്രീ ഒന്നുമല്ല, ഞാൻ ബിസിയാ. എന്ത് ബിസി? ഫോണും നോക്കി നിക്കലോ? വന്നപ്പോ തുടങ്ങിയതല്ലേ ഈ ഫോണും പിടിച്ചോണ്ട് നടക്കാൻ. എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ടാ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് പണിയുണ്ട്. പിന്നെ നീ വലിയ മല മറിക്കുന്ന പണിയല്ലേ ചെയ്യുന്നത്? രണ്ട് തുണി ഉണക്കിടാനുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നല്ലല്ലോ. നിനക്ക് പറ്റുകയാണെങ്കിൽ ചെയ്, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോ. പിന്നെ ഓഫീസിൽ നിന്ന് വന്നോളൂ, അപ്പോഴത്തേനും അവള് പണിയും കൊണ്ട് വരുന്നത്. വേറെ പണിയൊന്നുമല്ലോ മനുഷ്യൻ. നല്ല ആളോടാ ഞാൻ പറഞ്ഞ. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇങ്ങനെ 100 കാരണങ്ങളും പറഞ്ഞുകൊണ്ട് വരും. ഇനി ബാക്കിയുള്ളവർക്ക് ഓഫീസിലല്ലല്ലോ പോണത്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. ഇഷ്ടം തന്നെ. ഇനി എന്തൊക്കെ പണികളുണ്ടെന്ന് അറിയാം. ഓഫീസിലേക്ക് 100 വർക്ക് പെൻഡിങ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴാ ചെയ്യാ? ആ ഹലോ, എന്താ പരിപാടി? ഇല്ലല്ലോ, നീ പറഞ്ഞ ഞാൻ ഫ്രീയാ. ആ രാത്രി ചപ്പാത്തി വേണമെന്നല്ലേ പറഞ്ഞേ? ആ ചപ്പാത്തി ഉണ്ടായിക്കോ. ആ ഞാനെന്നാലേ വേഗം പോയി മാവ് കഴിക്കാം. ഏട്ടൻ കറിക്കുള്ള പച്ചക്കറി ഒന്ന് കട്ട് ചെയ്ത് തരുമോ? ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടിക്ക് ഹോംവർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാ. പിന്നെ നിന്റെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കലല്ലോ എനിക്ക് പണി. എടി, എനിക്ക് ഓഫീസിൽ കുറെ വർക്ക് പെൻഡിങ്ങിലുണ്ട്, അതൊക്കെ ഇപ്പൊ തന്നെ ചെയ്തു തീർക്കണം. പിന്നെ ഇത്ര നേരം ടി വി കണ്ടിട്ട് കണ്ടില്ലല്ലോ ഈ ഓഫീസിൽ വർക്കൊന്നും. ഇതൊന്നും അതൊന്നും അല്ല. പച്ചക്കറി മുറിച്ചു തരാനുള്ള മടി കൊണ്ട് പറയുന്ന. മടിയോ? രാവിലെ നേരത്തെ ഓഫീസിൽ പോയിട്ട് 4 മണി വരെ പണിയെടുത്തിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. എനിക്കാണ് നീ മടി എന്ന് പറയുന്നത്? ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇവിടെ ടിവിന് മുന്നിൽ വന്നിരുന്നത്. അവിടെ നീ എനിക്ക് സ്വയം തരില്ലേ? വീട്ടിലെ പണി ചെയ്യാനൊന്ന് സഹായിക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് വലിയ സ്വൈരക്കേടാ. ഞാൻ നിങ്ങളെ പോലെ രാവിലെ ഓഫീസിൽ പോയിട്ടേ വൈകുന്നേരം വന്നത്. എത്ര നേരം മനുഷ്യനൊന്നും ഇരുന്നിട്ടില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക? നിങ്ങൾക്ക് ഒരു പണി ഇല്ലെങ്കിൽ കുട്ടിക്ക് ഹോംവർക്ക് എങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. നീ കണ്ടോ ഞാൻ പണിയൊന്നുമില്ലാണ്ടിരിക്കുന്നത്? ഇവിടെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഫയലോടെ വെച്ചത് ഓ, ഇതെന്നും ഉള്ളതാ. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറയുമ്പോ ഫയലും തപ്പി അങ്ങോട്ട് പോവും. ഇല്ലടോ, ഞാൻ വരുന്നില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല. ആ കൂടെ ഒരു ഞായറാഴ്ച ലീവ് കിട്ടുന്നത്. അന്നാണെങ്കിലും ഒരാഴ്ച പണിയുണ്ട് ബാക്കി. വീട് ആ കലങ്കോലമായിട്ട് കിടക്കുക. ഇന്നിപ്പോ ഞാൻ വന്നിട്ടുണ്ടെങ്കില് എടോ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. ഇവിടെ ഒരാളെന്ന് വെച്ചാല് ഭക്ഷണം മുമ്പിൽ എടുത്തോണ്ട് വെച്ചു കൊടുക്കണം. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് പോലും ഒന്നും കഴുകൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പോയിക്കോ, അതാ നല്ലേ. ഏട്ടൻ വരുന്നുണ്ടോ? ആണോ? ചിലപ്പോ എന്നോട് പറയാൻ വിട്ടതായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നോട് പറഞ്ഞില്ലല്ലോ പോണ കാര്യം. അതെ, നിങ്ങൾ സന്ദീപിന്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഇന്ന് പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾ എന്നോട് പറയാണ്ടിരുന്നേ? അതിന് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് ഇവിടെ ഇഷ്ടംപോലെ പണിയില്ലേ? നീയല്ലേ എന്നോട് പറഞ്ഞത് നിനക്ക് ഒരാഴ്ചത്തെ തുണി ഇവിടെ അലക്കാനുണ്ട്, പിന്നെ വീട് മൊത്തം അടിച്ച് ക്ലീൻ ചെയ്യാനുണ്ടെന്നൊക്കെ. ഈ പണിയൊക്കെ വിട്ട് നീ എങ്ങനെ എന്നോട് വരിക? അങ്ങനെ പണി ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ പരിപാടിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? രണ്ടാളും കൂടി ചെയ്യുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് ഇതൊക്കെ തീർക്കുക. അല്ലാണ്ട് ഞാൻ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ഇതൊക്കെ ചെയ്തു തീർക്കണം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്ത്?
ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുമ്പോ ഞാനിങ്ങനെ പെണ്ണുങ്ങളെ പോലെ അടുക്കള പണി എടുത്ത് തുണി അലക്കി വീടൊക്കെ അടിച്ച് നിക്കണം എന്നാണോ? അതിന് എന്നെ കിട്ടൂല. അല്ല, ഈ വീട്ടിലെ പണി പെണ്ണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല? എന്റെ ഫ്രണ്ട്സിന്റെ ഭർത്താക്കന്മാരൊക്കെ ഓഫീസ് പോകുന്നുണ്ടല്ലോ, അവരൊക്കെ ഭാര്യമാരെ സഹായിച്ചിട്ടാണല്ലോ പോകുന്നത്. ഇതാ കുറച്ചു മുമ്പേ നന്ദനെ വിളിച്ചേ, അവളെന്താന്നറിയോ പറഞ്ഞേ? അവളെ ഭർത്താവ് ഇത്ര നേരം നിന്ന് അവളെ എല്ലാ കാര്യത്തിലും സഹായിക്കായിരുന്നു എന്ന്. അവരും വരുന്നുണ്ടല്ലോ പാർട്ടിക്ക്, എന്തുകൊണ്ട് എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല? അവനോ പെൺകോന്തൻ? എടി, ഭാര്യ എന്ത് പറഞ്ഞാലും അതും ചെയ്തുകൊണ്ട് നടക്കുന്നവനാണ് അവൻ. ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും അവന് ഒരു വിലയില്ല. അല്ലെങ്കിൽ വീട്ടുപണി എടുത്ത് നടക്കുന്ന ആണുങ്ങൾക്ക് ആര് വില കൊടുക്കാനാ? നീ എന്താ പറഞ്ഞ ഞാനും അവനെ പോലെ അവനാ? നടക്കും. എനിക്കൊരു ദിവസം ലീവ് കിട്ടുമ്പോഴേ ഞാനിങ്ങനെ വീടും ക്ലീൻ ചെയ്ത് തുണിയൊക്കെ അലക്കി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ മനുഷ്യ? ഇത് നിങ്ങളെ പോലെ തന്നെയല്ലേ ഞാനും ഓഫീസിൽ പോകുന്നത്, എന്നിട്ട് ഇവിടെ വന്നിട്ട് പണിയായ പണി മുഴുവൻ രാത്രി വരെ ഇരുന്ന് ചെയ്യുക. ഒരാൾ 24 മണിക്കൂർ രാവും പകലും ഇല്ലാണ്ട് ഓഫീസിലെ പണി വീട്ടിലെ പണി എന്ന് പറഞ്ഞ് നടക്കുക. മറ്റൊരാള് ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നതാ, എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇറങ്ങാൻ പോവുക, TV കണ്ടിരിക്കുക, പേപ്പർ വായിച്ചിരിക്കുക, മൊബൈൽ ഫോണിൽ സമയം കളയുക. അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഒരാളെ അടുക്കളയിൽ കിടന്നിട്ട് ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അവിടെ ഇരുന്നിട്ടേ ഒന്നും ചെയ്യാണ്ട് സുഖമായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല? നീ ചെയ്യുന്നത് നിന്റെ പണിയാണല്ലേ, അല്ലാണ്ട് നീ എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ സാധാരണ എല്ലാരും ചെയ്യുന്ന തന്നെയാ. എല്ലാവരും ചെയ്യുന്ന പണിയാ. ആ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ സമയം ഉണ്ടാവൂല. എല്ലാം എപ്പോഴും എന്റെ അവസ്ഥ തന്നെയല്ലേ. നിങ്ങൾക്കാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങാൻ പോവാ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യാലോ. നിങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകണമെന്ന് ഞാൻ പറയണമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് വീട്ടിലെ പണികളെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊരു സമാധാനമാകുമായിരുന്നു. ഇന്ന് എന്തായാലും ഞാനും വരും, എന്നെയും കൂട്ടിയിട്ട് പോയാൽ മതി. ബാക്കിയുള്ളവർക്കൊക്കെ വരാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ? മതി, നീ വരാണെങ്കിൽ വന്നോ. അങ്ങനെയാണെങ്കിലേ എന്നെ വന്നൊന്ന് സഹായിക്ക്. രണ്ടുപേരും കൂടി വീട്ടിലെ പണിയൊരുക്കി നമുക്ക് പെട്ടെന്ന് പോവാം. അതിനെന്തായാലും എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ സഹായിച്ചിട്ട് നീ പാർട്ടിക്ക് വരുമൊന്നും വേണ്ട. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഇടുന്നതേ വീട്ടിലത്തെ പണിയെടുക്കാൻ വേണ്ടിയല്ല, അല്ല തന്നെ ഓഫീസിൽ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ അത്രയും ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയാണ് പുറത്തു പോകുന്നത്. അതിനിടയ്ക്ക് വീട്ടിലത്തെ പണി എടുക്കാനാ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഓഫീസ് വർക്കും ടെൻഷനും ഒക്കെ, എനിക്കതൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ ടെൻഷൻ മാറി കിട്ടും. അതുപോലല്ല ഞങ്ങൾ ആണുങ്ങള്. ഞങ്ങൾക്കൊന്ന് പുറത്തു പോയി ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്ത് എവിടെയൊക്കെ പോയിരുന്നാലേ ആ സമാധാനം കിട്ടുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയാണ്ടിരുന്നത്, നിനക്ക് ഇവിടെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. കഴിക്ക. കഴിക്കപ്പാ. നീ എന്താ ഇവിടെ വെറുതെ ഇരിക്കുന്നേ? ഓഫീസിൽ പോണ്ടേ? ഞാനിവിടെ വെറുതെ ഇരിക്കില്ലല്ലോ, ഭക്ഷണം കഴിക്കല്ലേ. അതെനിക്ക് മനസ്സിലായി. സാധാരണ നീ ഞങ്ങളൊക്കെ പോയതിനു ശേഷമല്ലേ ഭക്ഷണം കഴിക്കാറുള്ളത്. ടവൽ എടുത്തോക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. ടവല് നിങ്ങൾ ചെന്ന് എടുക്കുക. നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ടവല് വെച്ചെന്ന്. അതിന് ഞാനെടുത്ത് തരുന്ന ആണോ? മൂന്ന് എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ സമയമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഈ ടവലും തെരഞ്ഞു നടക്കണോ? തെരഞ്ഞു നടക്കൊന്നും വേണ്ട, മേലത്തെ അയിലുണ്ട്. എന്റെ ഷർട്ടും പാന്റ് അയൺ ചെയ്തിട്ട് നീ എവിടെ വെച്ചേ? ആരയൺ ചെയ്തു? നിങ്ങൾ അയൺ ചെയ്തിട്ടുണ്ടോ? നീ കുറെ നേരമായില്ലോ തുടങ്ങിയിട്ട്. സാധാരണ എന്റെ ഡ്രസ്സൊക്കെ ഞാനാണ് അയൺ ചെയ്യുന്നത്, നീയല്ലേ? മനുഷ്യത പൊട്ടം കളിപ്പിക്കാൻ നിൽക്കരുതോ. പോയി അയൺ ചെയ്ത് ഡ്രസ്സ് എടുത്തോണ്ട് പോവാ. ഇവിടെ നിങ്ങൾ ജോലിക്ക് ആളെയൊന്നും വെച്ചിട്ടില്ലല്ലോ. മനുഷ്യന് ഓഫീസിൽ പോകാൻ സമയം അതിന്റെ ഇടയ്ക്കാ. ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്തിട്ടില്ല, എന്റെയും കുട്ടിനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഓഫീസിൽ പോണ്ടേ? നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഓഫീസിൽ പോണ്ടേ? അവനവന്റെ ഡ്രസ്സേ അവനവൻ അയൺ ചെയ്യണം, അല്ലാണ്ട് ഭാര്യമാരെ കൊണ്ടല്ല ഭർത്താക്കന്മാരെ ഡ്രസ്സ് അയൺ ചെയ്യിപ്പിക്കേണ്ടത്. എനിക്ക് എന്റെ അയൺ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ട്. എന്നാൽ ഇവർക്ക് ഇതെന്ത് പറ്റി? സാധാരണ നമ്മൾ ഇങ്ങനെ അല്ലല്ലോ. എന്താ മോനെ, പാല് കുടിക്ക്. നീ എന്താ നിക്കുന്നത്? എനിക്ക് ഓഫീസിൽ പോണ്ടേ? ഭക്ഷണം എടുത്ത് നോക്ക്. ഭക്ഷണമൊക്കെ അടുക്കളയിലുണ്ട്, എടുത്ത് കഴിച്ചേക്ക്. നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലാന്നോ? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ നീ എനിക്ക് ഡെയിലി ഭക്ഷണം എടുത്ത് തരുന്നേ? ഇല്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കുഴപ്പം മുഴുവൻ എനിക്കായിരുന്നു. കുട്ടീന്റെ കാര്യങ്ങൾ നോക്കണം, മനസ്സിലാക്കുക. കാരണം അവൻ അടുക്കളയിൽ നിന്ന് ഒറ്റയ്ക്ക് ഭക്ഷണം എടുക്കാൻ അറിയില്ല, ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ അറിയില്ല, ഏത് ബുക്കാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല, പിന്നെ അവനെ സ്കൂളിലേക്ക് കൊണ്ടും വിടണം. നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ? നിങ്ങളെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ എല്ലായിടത്തും മുമ്പിൽ വെച്ചുതരാൻ വേണ്ടിട്ട്. ഞാൻ കുറെ ചെയ്ത് തന്നുപോയി, അതിപ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട്.
നിങ്ങളെ പോലെ തന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ പുറകെ ഓടി നടക്കാൻ സമയമില്ല. ഇങ്ങനെ നോക്കിയിരുന്ന സമയം കളയണ്ട. നിങ്ങൾക്ക് ഓഫീസിൽ പോകാനല്ലേ? ഭക്ഷണം എല്ലാം അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. പിന്നെ ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്തിട്ടൊന്നുമില്ല. അറിയാലോ ബാഗ് ഏതാണ് ലഞ്ച് ബോക്സ് ഏതാണെന്നൊക്കെ. എടുത്ത് പാക്ക് ചെയ്യും. ഇനി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് വേണം ഓഫീസിൽ പോകാൻ, അല്ലെ തന്നെ ഞാൻ ലേറ്റ് ആയി. ഞാൻ പറഞ്ഞു നിങ്ങളോട് 7:30 8 മണിക്ക് എഴുന്നേറ്റ് വരാൻ. മര്യാദയ്ക്ക് സമയത്തിന് ഓഫീസിൽ പോകണമെന്ന് അറിയാലോ. ഞാൻ എണീക്കണ്ടല്ലോ സമയത്തിന്. അവനവന്റെ കാര്യങ്ങളെ കുറച്ച് അവനവൻ ചെയ്യാൻ പഠിക്കണം. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എഗ്രിമെന്റ് എഴുതുന്നുണ്ടോ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം ഇല്ലല്ലോ. ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുള്ളൂ. പിന്നെ രാവും പകലും ഇല്ലാണ്ടേ പണിയെടുത്ത് മനുഷ്യന് നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട്. ഞാൻ ഒരാഴ്ച എന്റെ വീട്ടിൽ പോയി നിൽക്കാം. എനിക്കൊരു ബ്രേക്ക് വേണം. അതെങ്ങനെ ശരിയാകും? നീ വീട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഓഫീസിൽ പോകുക? അതിന് നിങ്ങൾ എന്നെയും കൂട്ടിയിട്ടാണ് ഓഫീസിൽ പോകുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്? അപ്പൊ ഞാനില്ലെങ്കിൽ എന്താ? നീ ഇല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ പണികൾ കാര്യം എന്റെ കാര്യങ്ങൾ കാര്യം നോക്കുക. ഞാൻ ഇങ്ങനെ ഓഫീസിൽ സമയത്തിന് പോവാ? അയ്യോ, അത് ശരിയാണല്ലോ. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ആര് നോക്കും? ഈ അടിച്ചുവാരലും തുടയ്ക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഈ ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ലല്ലോ അല്ലെ? അത് നിങ്ങളുടെ അഭിമാനത്തിന് കുറവല്ലേ? അത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാ? ഓ, അങ്ങനൊരു കാര്യം ഉണ്ടല്ലേ. നിങ്ങൾ വീട്ടിലെ പണിയൊക്കെ എടുക്കാന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് നാട്ടിലൊരു വിലയുണ്ടാവില്ല. പിന്നിപ്പോ എന്താ ചെയ്യാ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച അങ്ങോട്ട് പട്ടിണി കിടന്നോ. വീട് എങ്ങനെ കിടക്കട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെ ഭക്ഷണം കഴിക്കണ്ട. മോനെ, കപ്പ അവിടെ കൊണ്ടുവയ്ക്കുന്ന ഒരു ബാഗ് എടുത്തിട്ട് വാ. ഞങ്ങൾ ഇറങ്ങട്ടെ. വാ.